ഈ ദൂരെ കാണുന്നതാണ് ദാൽ ലേക്ക്. ദാൽ ലേക്ക് നമ്മൾ വൈകിട്ടാണ് പോകുന്നത്, എങ്കിലും ഇതൊരു വിദൂര കാഴ്ചയാണ് ദാൽ ലേക്കിൻ്റെ. ഇപ്പോൾ പോകുന്നത് മുഗൾ ഗാർഡനിലേക്കാണ്. Dal Lake starting right side hotel, left side house boat. Small one is Shikara. Oh, Shikara boat. These are Shikara boats, right? Yes. Yeah. Yes. Boulevard road ആണത്. ബസ് സാധിക്കട്ടെ. Yes. Left side. Yeah. Floating post office. Oh, floating post. Oh, this is floating on Nehru Park Post Office. Floating post office. Okay, okay. India Post. Oh, great, great, great. ഇത് ഈ ദാലിലേക്ക് ഇങ്ങനെ നീണ്ട് കിടക്കുക. നമ്മൾ തുടങ്ങിയപ്പോൾ അതാ ഇങ്ങ് നോക്കി, ഇതൊരു വേറൊരു വൈബാട്ടോ. വെറുതെ അല്ല, കാശ്മീരിൻ്റെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ്, ശ്രീനഗറിൻ്റെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് ദാൽ ലേക്ക് എന്ന് പറഞ്ഞത് കേട്ടോ. അടിപൊളി കേട്ടോ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. അപ്പോൾ ആദ്യം കരുതി നമ്മൾ കുട്ടനാട്ടിൽ വന്നത് നമുക്കിവിടെ കുട്ടനാടും അല്ലെങ്കിൽ നമ്മുടെ പാടങ്ങളും നമ്മുടെ തടാകങ്ങളും കണ്ടുവന്ന് നമുക്ക് ദാൽ ലേക്ക് എന്ത് എന്ന് ചിന്തിച്ചിരുന്നത്. പക്ഷേ അതൊന്നും അല്ല കേട്ടോ, ഇത് വേറെ വൈബാണ്. അസാധ്യം അസാധ്യം അസാധ്യം. സിനിമകളിലും നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരിയിലൊക്കെ ഒത്തിരി പ്രാവശ്യം കൊതിയോടെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോഴുള്ള ഫീൽ എൻ്റെ ഡിഫറൻസ് ശരിക്കും കൊള്ളാം. പക്ഷേ ആദ്യം വരുന്നതിൻ്റെ ഒരു കുതൂഹലം നമ്മുടെ വാക്കുകളുണ്ടാവാം, നാച്ചുറൽ അല്ലേ. ഏതും നമുക്ക് ആദ്യം കാണുമ്പോഴാണല്ലോ അതിനോടൊരു പ്രത്യേക അഭിനീറ്റി, ഒരു പ്രത്യേക അഭിനിവേശം ഉണ്ടാകുക. പിന്നെ സ്ഥിരം കണ്ടു കഴിയുമ്പോൾ ഇതൊക്കെ ഒരു പുതുമയില്ലാതായി തീരുന്ന റിയാലിറ്റിയാണ്. നോക്കൂ, ശരിക്കും ഒരു ഒത്തിരി സിനിമകൾ കണ്ടിട്ടുള്ളതാണ് എങ്കിലും നേരിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ. തീർച്ചയായിട്ടും കാശ്മീർ സുന്ദരി തന്നെ. കാശ്മീരിൻ്റെ ശ്രീനഗർ അതിനേക്കാൾ സുന്ദരി. വളരെ ഞാൻ കണ്ടത് ഇവിടെ കണ്ടൊരു പ്രത്യേകത, എല്ലാം വളരെ വൃത്തിയായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും കൊണ്ടു നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ നാട്ടുകാർ. അതൊരു പക്ഷേ നാടിൻ്റെ കൾച്ചറാവാം. കൊള്ളാം, ബ്യൂട്ടിഫുൾ. നമുക്ക് അങ്ങ് മലനിരകളിൽ നിന്നും ഒഴുകി വരുന്ന അരുവികളിലൂടെ എത്തുന്ന ആവാം ജലം അല്ലേ, അങ്ങനെ കണക്കൂട്ടാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളതിനൊരു ഭൂമിശാസ്ത്രം നോക്കിയാൽ വേറെ പലതും നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. പണ്ട് കാലത്തെ ആദ്യകാലങ്ങളിലെ ചരിത്രാദ്യകാലത്ത് മുമ്പുണ്ടായ അത്തിമർവങ്ങളുടെ മുഖങ്ങളാണ് പിന്നീട് ഇങ്ങനെയുള്ള തടാകങ്ങളായി മാറുന്നൊക്കെ പറയുന്നുണ്ട്. ഗുഡ് പ്ലേസ്. ഒന്ന് റൊമാൻറ്റിക് ആവ്. The name of tree? Poplar. Oh, poplar. Straight one is poplar. Poplar trees. Poplar using for the ply. Yeah, use for making plywoods. Okay. Poplar trees. നമ്മുടെ പഴയ ബാറ്റൺ ബോസിന്റെ ഒക്കെ പഴയ പോപ്പുലർ ട്രീസ് ഒക്കെ കേൾക്കാറുള്ളതല്ലേ. നോക്കൂ എത്ര സുന്ദരമാണ് നോക്കി. ശരിക്കും ദാൽ ലേക്കിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയൊരു വ്യൂ ആണ് അത്.
ബ്യൂട്ടിഫുൾ, സൂപ്പർ സൂപ്പർ, സാധ്യം. ശരിക്കും മനം മയക്കി എന്ന് പറയാം. ശരിക്കും This is tulip garden, but closed before. this is tulip garden, but it's closed. Yes. Closed. ശരി, ദാലിലേക്ക് 22 കിലോമീറ്റർ ഉണ്ട് അല്ലേ? ഇത് ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഇവിടെ തുലിപ്പ് ഗാർഡൻ ഉണ്ട്, ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, അപ്പുറത്ത് മുഗൾ ഗാർഡൻ ഉണ്ട്. അപ്പം നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ എല്ലായിടത്തും ഉള്ളതല്ലേ. ഒരു പഴയ BSc ബോട്ടണിക്കാരനാണെങ്കിലും മുഗൾ ഗാർഡൻ തന്നെ കണ്ടേക്കാൻ പോയി. എന്തറിയാവോ, നമ്മൾ ഓരോ യാത്രയുടെ ഓരോ ഭാഗത്തുമ്പോഴും ഈ സംഭവം കാണും, നമ്മുടെ ദാലിലേക്ക്. പക്ഷെ ഇതിൻ്റെ ഓരോ ആംഗിളും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് ഈ ക്യാമറയൊക്കെ കയ്യിലുള്ളത് കൊണ്ട് ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിഷമിക്കാൻ പോകുന്ന കാര്യം ഇത് എന്ത് ഭാഗം കട്ട് ചെയ്യും, ഏത് ഒഴിവാക്കുന്ന, ഏത് ഉൾക്കൊള്ളും, ഏത് കൊള്ളും, ഏത് തള്ളുമെന്ന് അറിയില്ല. അത് അത്രത്തോളം ബ്യൂട്ടിഫുൾ. ഓരോ വിഷ്വൽസും ഒന്നിനൊന്നും മനോഹരമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് ഏത് ഭാഗം ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ ഒഴിവാക്കുമെന്ന് എനിക്കറിയില്ല. അതാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ മുഗൾ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മുഗൾ ഗാർഡനും നമ്മുടെ ദാൽ ലേക്കിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ. പക്കാ നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ പോകുന്ന ഒരു ഫീൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇതാണ് മുഗൾ ഗാർഡനിലേക്ക് എത്തുക കേട്ടോ. एंट्री टिकट कहाँ से? टिकट एक वो है अपोजिट डायरेक्शन टिकट. ओके ओके, टिकट एक आदमी लगेगा टिकट बाकी. അങ്ങനെ ദാൽ ലേക്കിൻ്റെ സൈഡിലുള്ള മുഗൾ ഗാർഡനിലേക്ക് ഞങ്ങൾ കയറുകയാണ്. അവിടെ സൂര്യ അസ്തമിക്കാനുള്ള സമയം ആയില്ല, പക്ഷേ അസ്തമിച്ച ലുക്കാണ് നിൽക്കുന്നത് അവിടെ. ഒരാൾ ടിക്കറ്റ് എടുത്താൽ മതി. ഒരാൾ യെസ്, മുഗൾ ഗാർഡനിലേക്ക് കയറുകയാണ്. യെസ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഫോട്ടോ എടുത്ത് പണ്ടടക്കും കേട്ടോ. നോക്കൂ, ഏതൊക്കെ ഇതിന് ചുവപ്പെന്നോ എന്ത് പറഞ്ഞാൽ പറയുക അറിയില്ല. അതിമനോഹരമായൊരു ചെടി പൂത്ത് നിൽപ്പുണ്ട് അവിടെ. അതാട്ടോ, എല്ലാവരും ഫോട്ടോ എടുത്ത് പണ്ടടക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാൽ ലേക്കിൻ്റെ ബാക്കിൽ എല്ലാവരും ഫോട്ടോ എടുത്ത് പണ്ടടക്കിക്കൊണ്ടിരിക്കുന്നു. क्या
മുഗൾ ഗാർഡനിലൂടെ കുറേ കറങ്ങി തിരിഞ്ഞു. കുറേ കാണുന്നുണ്ട്. കണ്ട് ശരിക്കും പറഞ്ഞാൽ ക്യാമറയെ കണ്ണുകൾക്കൊരു പരിധിയില്ലേ കാണുന്നതിന്. ആ അവസ്ഥയിലാണ് തീർച്ചയായിട്ടും. ഒരു സന്ധ്യ പറയുമ്പോൾ സമയം 4 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഈ സന്ധ്യ ആയൊരു ഫീലാണ് ഉള്ളത് റിയലി. ദെൻ ടീമെല്ലാം ഉണ്ട്. ഇതാ 2 യുവ മിഥുനങ്ങളൊക്കെ നടന്നു പോകുന്നത് അതിന്. ഇനിയും പോകുന്നത് ഷിക്കാര ഡ്രൈവ് എന്നാണ് പറയുന്നത്. പോയി നോക്കാം. ദൂരെയാണല്ലേ നമ്മുടെ സ്ഥിതി. ഇത് 20 കിലോമീറ്ററോ 22 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ദാൽ ലേക്കിൻ്റെ റൗണ്ട്. അത് നമ്മൾ കണ്ട ശരിക്കും നല്ല ചുറ്റടുത്താണ് ഈ പറഞ്ഞത്. നമ്മൾ ആയിരിക്കാം നമുക്കറിയില്ല ശരിക്കും അല്ലേ. ഒരു വാട്ടർ ബോഡി ചിലപ്പോൾ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് എടുത്ത് പറയാൻ പറ്റില്ല. വല്ല ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി സെറ്റ് എടുത്താണോ എന്ന് പറയാൻ പറ്റിയത്. പിടിച്ചു നിൽക്കുകയല്ലേ. അതെ. എന്തായാലും അതൊരു രസമുള്ള സംഭവം. നമുക്കറിയില്ല. മുഗൾ ഗാർഡനല്ലേ അന്നത്തെ കാലത്തെ മുഗൾ രാജാക്കന്മാരുടെ കാലത്തുള്ള ചെയ്തതാവാൻ പറ്റും. ദാലിലേക്ക് സന്ധ്യക്കാഴ്ചകളിലേക്ക് നമ്മൾ പോയി കയറുകയാണ്. ഇപ്പം സത്യം സമയം അധികം ആയില്ലെങ്കിലും മങ്ങി തുടങ്ങി. അതാണ് സംഭവം. ഷിക്കാര ഡ്രൈവാണ് നമ്മൾ അടുത്ത പ്രൊജക്റ്റ്. നോക്കാം.